Hello guys, welcome back to Superhero Vlogs. അപ്പോൾ നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഡേ ആണ്. വീട്ടിൽ ഹാളിൽ തട്ടിമുട്ടി നടക്കാൻ കാരണം ഗിഫ്റ്റ് ഒക്കെ ഒരുപാട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അൺബോക്സ് ചെയ്യാന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഹെൽപ്പിന് വേണ്ടിയിട്ട് മേഘയുടെ അനിയത്തി അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇവിടെ വന്നിരിപ്പുണ്ട്. എൻ്റെ അനിയനുണ്ട്. അതായത് ചേച്ചിക്ക് ഞാൻ ഡ്രസ്സ് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഓരോ ദിവസം ഓരോ ഡ്രസ്സ് എടുത്തുകൊണ്ട് വരും ചേച്ചിയെ കാണാൻ പറ്റും. അതായത് നമ്മളെ കല്യാണ രാമനിൽ മറ്റേ പെൺകൊച്ചിൻ്റെ അച്ഛൻ വരുമല്ലോ, ഇവിടെ എന്താ സംഭവം രാമൻകുട്ടി അതിനെ വിളിച്ചു വരും. അതുപോലെ വരെയാണ് ദിവസം. ഉച്ചയായപ്പോൾ കറക്റ്റ് എത്തി ചോറ് കഴിക്കാനായിട്ട്. ഓ ഇവിടെ വീട് ഏകദേശം ഇവിടെ നിന്ന് ഒരു 400 മീറ്റർ അത്രേ ഉള്ളൂ. ആ പറ്റും പറഞ്ഞ് ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇത് നമുക്ക് തന്നത് കാർത്തിക് സൂര്യാണ് ഗൈസ്. കാർത്തിക് സൂര്യ നമ്മളെ കല്യാണത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ നമുക്ക് തന്ന ഗിഫ്റ്റാണ്. ലെൻസ്കാർട്ടിൽ 2 ഗ്ലാസ്. നൈസ്. അവൾക്ക് അവളുടെ കളർ ഡ്രസ്സിന് മാച്ച് ആയിട്ട് തന്നെ. അപ്പോൾ നമുക്ക് കണ്ണാടി വെച്ചുകൊണ്ട് തന്നെ നമുക്കിത് അൺബോക്സ് ചെയ്യാം ഗൈസ്. ബാക്കി ഇത് ചട്ടം പീസ് നമുക്ക് തന്നെയാണ്. ഷൂസാണ്. ഐ വിൽ ഷോ യു. നൈസ് ഗിഫ്റ്റ്. കൊള്ളാല്ലേ ഗൈസ്? ഷൂസ് മേഘയ്ക്ക് ഒരു ഷൂസ് വാങ്ങണമെന്ന് ഞാൻ വിചാരിച്ചോളൂ. മനസ്സിൽ സാധനം കിട്ടി. ഒന്നും വിചാരിച്ചില്ല. ഇതിൽ വല്ലതും കിട്ടുമെന്ന് നോക്കട്ടെ, എന്നിട്ട് ഞാൻ വിചാരിക്കാം. ഗൈസ് അടുത്തൊരു ആജാന ബാഹു പെട്ടി ഇവിടെ ഇരിപ്പുണ്ട്. അത് ഇങ്ങ് എടുത്ത് തരുമോ? നമുക്കത് പൊട്ടിച്ച് നോക്കാം. ഇവിടെ ഉള്ളതിൽ വലിയ പെട്ടിയാണെങ്കിലും വെയിറ്റ് ഒന്നും ഇല്ല കേട്ടോ. ആരെങ്കിലും പറ്റിക്കാൻ വേണ്ടി ബാസ്ബോർഡ് മാത്രമാണെങ്കിലാ. നോക്കാം ഇത് അടുക്കളയിലത്തേക്ക് അമ്മയ്ക്ക് സഹായത്തിനുള്ള സാധനമാണോ അതോ നമുക്ക് ഇവിടെ ചെവരി വലിക്കാൻ പറ്റുന്ന വല്ല ഐറ്റമാണോ നമുക്ക് നോക്കാം. റൂമിലൊക്കെ വയ്ക്കാൻ പറ്റുന്ന ലാമ്പാണ് ഗൈസ്. അമ്മ റൂമിൽ വെക്കണോ? ഓക്കെ, അമ്മ ഉറക്കമാണ് ഗൈസ്. നെക്സ്റ്റ് ആ പച്ച തരും. ഫോട്ടോ ഫ്രെയിം ആണ്. ഉറപ്പാണോ ഫോട്ടോ ഫ്രെയിം ആണ്? ഇത് ഫോട്ടോ ഫ്രെയിം എന്നാണ് മേഘയുടെ അനിയത്തി പറയുന്നത്. നമുക്ക് നോക്കാം. പക്ഷേ ഇത് വെള്ളം നനഞ്ഞിട്ടുണ്ട്. ഇന്നലെ മഴയത്താണെന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞില്ല എൻ്റെ കല്യാണം ഞാൻ പണ്ട് തോട്ടിൽ മൂത്രം ഒഴിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തോട്ടിൽ പെടുത്തി കഴിഞ്ഞാൽ കല്യാണത്തിന് മഴ പെയ്യുന്നതാണ്. നല്ല കാര്യങ്ങൾക്ക് മഴ പെയ്യും. അപ്പോൾ അതുകൊണ്ട് തെറ ഒരു തഗ് അവിടെ നിന്ന് വന്നു. ഗൈസ് ഈ ഹോളിൽ നല്ലൊരു ക്ലോക്ക് ഇല്ല. ഇരിക്കുന്ന ഒരു ചെത്ത സാധനമാണ്. ഇപ്പം നല്ലൊരു ക്ലോക്ക് കിട്ടിയിരിക്കുകയാണ് ഗൈസ്. അടുത്തത് അലക്സയാണ്. എൻ്റെ ഒരു കൂട്ടുകാരൻ നന്ദു ശ്രീകാന്തിന് എൻ്റെ കല്യാണത്തിന് വരാൻ പറ്റില്ല. അപ്പോൾ മുൻകൂട്ടി എനിക്ക് തന്നതാണ് അലക്സ വർക്ക് ചെയ്യുന്നത് TV മാത്രമേ ഉള്ളൂ തോന്നുന്നു. ഇനി നമ്മളത് ബാക്കിയെല്ലാം കൂടി ഫിറ്റ് ചെയ്യും. എന്തായാലും താങ്ക് യു നന്ദു വള്ളിയ. ഫ്ലവർ വൈസ് ആണ്. ഇത് അമ്മയുടെയൊക്കെ ഐറ്റമാണ്. അമ്മയ്ക്കൊക്കെ ഈ ഫ്ലവർ വൈസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾ പെട്ടെന്ന് പൊട്ടിച്ചു തരൂ. ഇത് അമ്മയുടെ അടുക്കളയിലത്തേക്കുള്ള ഐറ്റമാണ്. ഗ്ലാസ് ഐറ്റം കിട്ടി. നമ്മൾ ചുവരിൽ ഫ്രെയിം ചെയ്ത് വെക്കാൻ പറ്റുന്ന. ഇതാരാണെന്ന് നിനക്കറിയാമോ? ഇത് ആരാണെന്ന് എനിക്കറിയില്ല. വീണ വായിച്ചിരിക്കുന്ന ഒരു സുന്ദരിയായ പെൺകുട്ടി. ഇത് ചുവരിൽ വെക്കാം. വീണ്ടും അമ്മയ്ക്ക് അടിച്ചിരിക്കുന്നു അടുക്കളയിലേക്ക് ജഗ്ഗും ഗ്ലാസും. ജഗ് ഇത് അമ്മയ്ക്കുള്ളതാണ്. അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാണ്. ഇതൊക്കെ ഇത് നമ്മളാ ഷോക്കേസിലൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു ഐറ്റം. വീണ്ടും അമ്മയ്ക്ക് അടിച്ചിരിക്കുന്നു ബൗളും. വീണ്ടും അമ്മയ്ക്ക് 3 നമ്മളൊക്കെ വീട്ടിൽ ഇങ്ങനെ കുറെ സാധനങ്ങൾ കിട്ടി കഴിയുമ്പോഴേ നമ്മൾ ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. അതിന് പാലിയാച്ച് വരുമ്പോൾ ഇത് നമ്മൾ പാക്ക് ചെയ്ത് കൊടുത്തു വിടും. അതിന് വേണ്ടിയിട്ടുള്ള കുറെ ഐറ്റംസ് ഉണ്ട്. വീണ്ടും അമ്മയ്ക്ക്. ഇത് അമ്മയ്ക്ക് ഇന്ന് ലോട്ടറി ആണല്ലോ. നമ്മൾ റീസെൻ്റ്ലി എടുത്ത ഒരു ഫേവറേറ്റ് പിക്കാണ് നമുക്ക് കിട്ടിയത്. അടിപൊളി. ഞാൻ എന്തായാലും എൻ്റെ റൂമിലത്തേക്ക് വേണ്ടി കുറേ ഫ്രെയിം ഞാൻ വയ്ക്കാൻ വേണ്ടി നോക്കുകയാണ്. അപ്പം കിട്ടി ഗിഫ്റ്റ് ആയിട്ട് തന്നെ ഒരെണ്ണം. അടിപൊളി. നമ്മളെ ഫേവറേറ്റ് പിക്ക്. അമ്മയ്ക്ക് വീണ്ടും സാധനം കിട്ടിയിട്ടുണ്ട്. വെറൈറ്റി സാധനം കേട്ടാ. വയലിൻ എടുക്കുമ്പം ഇത് ബാറ്ററി അല്ല ഇങ്ങനെ. അപ്പൊ ഇത് ഡാൻസ് കളിക്കും. ഇതിന് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കണം ഇവിടെ. അടിപൊളിയല്ലേ? പെൺകുട്ടീൻ്റെ അടുത്ത് ആ കണ്ണാടിയിൽ വെച്ച് കൊടുക്കുമ്പോൾ അവൾ ഡാൻസ് കളിക്കും കേട്ടാ. ഡാൻസ് കളിക്കും. ചുമ്മാ അതിന് കാലി കഴിക്കോട്ടെ. നമ്മളെ കല്യാണത്തിന് ഓർമ്മയുണ്ടല്ലോ. മതിയടി, ഇന്ന് കളിച്ചാൽ മതി. ഇത് നിർത്താൻ പറ്റല്ലേ ഇപ്പൊ? അടച്ച് കഴിഞ്ഞാൽ നിൽക്കും കേട്ടോ. അമ്മയ്ക്ക് അടിച്ചിരിക്കുന്നു പ്രഷർ കുക്കർ. ഇനിയെങ്കിലും മുട്ട അവിച്ച് തരണേ അമ്മ. അല്ല ഇനി അമ്മയെടുത്ത് പറയണ എന്തിനു പറ. എടേ മുട്ട അവിച്ച് തരണേ. ഗൈസ് ക്ലോക്ക്. അടുത്ത ഞാൻ പൊളിക്കാം. എനിക്ക് ബുക്കൊക്കെ കൊണ്ടുവന്നേ. കുടുംബം ദൈവിക പദ്ധതികൾ വായിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. വായിച്ച് പഠിക്കും. ഇതെല്ലാം ഇത് കാണാത്തത് പഠിക്കണം. ജീവിതത്തിൽ ഞാൻ ബുക്ക് വായന സാധനം ഇല്ല. ഇത് ഞാൻ എന്റെ അമ്മയ്ക്ക് സമ്മാനം ചെയ്യണം. അമ്മ കുടുംബം എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളതിനുള്ള ഗിഫ്റ്റ്. ഇത് നമ്മുടെ അവാർഡിനൊക്കെ കൊടുക്കുന്ന ഐറ്റം പോലത്തെ സാധനം. ഇത് ക്ലോക്കാണ്. ഇവിടെ നമ്മളെ ഫോട്ടോ സെറ്റ് ചെയ്യാം. അടുത്തൊരു ഫോട്ടോ ഫ്രെയിം കിട്ടിയിരിക്കുകയാണ് നമ്മളുടെ. ഗൈസ് ഇതൊരു ഫ്രം റിയ എന്ന് പറഞ്ഞ ഒരാൾ തന്നെയാണ്. അപ്പോഴെടുത്തിട്ട് വൈകിട്ട് കൊണ്ട് തന്നു കേട്ടോ.
നമുക്ക് അത് മേഘയുടെ ജോലി കുറയ്ക്കാനായിട്ട് അവളെ ബന്ധുക്കൾ കൊടുത്തേണെന്ന് തോന്നുന്നു. ഗായ്സ്, ഇത് നമ്മുടെ ഹൽദിയുടെ ഫോട്ടോ അച്ഛൻ്റെ ഓഫീസിലുള്ള അല്ലേ, അച്ഛൻ്റെ യൂണിയനിലെ ആൾക്കാർ തന്നെയാണ്. കൊള്ളാം. ഞാൻ ഇതിൻ്റെ കുരുക്കിളക്കിക്കോട്ടെ ഗൈസ്. കൊള്ളാം, നല്ല രസമുണ്ട്. അവിടെ തൂക്കിയിടമ്മ. ഗൈസ്, ഇതൊരു ഫ്രെയിമാണ്. ഇതിൽ നമുക്ക് നമ്മളെ ഫോട്ടോ വയ്ക്കാം. ഗായ്സ്, ക്ലോക്ക്, വീണ്ടും ക്ലോക്ക്. സമയങ്ങൾ നോക്കിയിരിക്കാൻ ക്ലോക്കുകളാണ് നമുക്ക് കിട്ടിയത്. യേശുവിൻ്റെ ഒരു ഫ്രെയിമാണ്, ജീസസിൻ്റെ ഫ്രെയിം. ഗായ്സ്, ഇത് ഒരു ഫ്രെയിമാണ്. ഇതിൽ നമ്മളെ ഫോട്ടോ വയ്ക്കാനായിട്ടുള്ള സാധനം. കൊള്ളാം. അമ്മയ്ക്ക് വേണ്ടിയിട്ട് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ഇതെല്ലാം അമ്മയുടെ കൂട്ടുകാരിമാർ കൊടുത്താണെന്ന് തോന്നുന്നു, അമ്മയുടെ ജോലി ഭാരം കുറയ്ക്കാനൊക്കെ. ക്ലോക്ക് അടുപ്പിച്ച് 2 ക്ലോക്കാ. ഓ, ഹ്യൂജ് ക്ലോക്ക് ഗൈസ്. നമ്മൾ എവിടെ വെക്കുന്ന അറിഞ്ഞൂടാ. ഉള്ളതിൽ ഏറ്റവും വലിയ ക്ലോക്കാണ് ഞാൻ കണ്ടതിൽ വെച്ചിപ്പോ. ഗൈസ്, ഇത് എൻ്റെ ഒരു ഫ്രണ്ട് തന്നെയാണ്, അസർ. കൊള്ളാം. ഇത് അവക്കുള്ള നിനക്കുള്ള ടീഷർട്ട്. ഗൈസ്, രണ്ടുപേര് ഇത് കോംബോ. ഗൈസ്, കൊള്ളാല്ലേ? കൊള്ളാം കേട്ടാ. അത് മിനിയൻസ്. അതാണ് മിനിയൻസ്. ഇത് ഈ പയ്യനെ ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ട്. അത് കാർട്ടൂൺ ആണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇത് പേരറിഞ്ഞൂടാ. അത് കൊള്ളാല്ലേ? നല്ല രസം, കളർ കൊള്ളാല്ലേ? നല്ല ജഗ്, നല്ല കോമ്പിനേഷൻ. ചായ ഇതിലേക്ക് ഇട്ടോണ്ട് വരണം. ഡിന്നർ സെറ്റ് ആണ്. ഞാൻ പുതിയ പുതിയ സാധനങ്ങൾ ഇനി ഉണ്ടാക്കും ഗൈസ്. പാത്രങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞു. ഇംഗ്ലീഷ് മീഡിയം CBSE ആണ് ഗൈസ്. അപ്പോൾ ഗൈസ്, അടുത്തും ഒരു ചെറിയൊരു ക്ലോക്കും ഒരു ഫ്രെയിമുമാണ്. അപ്പോൾ ഗൈസ്, ഇതാണ്ട് അടുത്ത് നമുക്കൊരു ഫോട്ടോ ഫ്രെയിം കിട്ടിയിരിക്കുകയാണ്. അത് ആര് തന്നെന്ന് എനിക്കൊരു പിടുത്തമില്ല. പക്ഷേ ഇത് തന്നേണ് നമ്മളെ യൂട്യൂബറും ഇതുമായ അൺനോൺ വാഴയാണ്. ഈ സളിയ സാധനം കൊള്ളാം. റൂമിൽ വെക്കാനായിട്ട് സെറ്റാണ്. റൂമിൽ നമ്മൾ കുറച്ച് അല്ലെങ്കിലും ഞാൻ നമ്മൾ ഇങ്ങനത്തെ കുറേ ഫോട്ടോ ചെയ്യാനായിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ തന്നെ കുറേ സാധനങ്ങൾ നീ കിട്ടി ഗൈസ്. ഇത് നല്ല ഫ്രെയിമാണ് കേട്ടോ. വോളിലൊക്കെ വയ്ക്കാനായിട്ട് പറ്റുന്ന നല്ലൊരു ഫ്രെയിമാണ് സാധനം. പിന്നെ അതുപോലെ കഥക്ക് കിട്ടി, കഥകളി. അത് നല്ല രസമുണ്ടല്ലേ കാണാൻ, നല്ല അടിപൊളി. അയ്യോ, പിന്നെ ഒരു സാധനം ഉണ്ട് ഗൈസ്. ഇതൊരു ആള് ഹാൻഡ് മെയ്ഡ് ചെയ്ത് നമുക്ക് കൊണ്ടുവന്നാണ് കേട്ടോ. നൈസ് സാധനം, ഒരു മൂഡ് സാധനമല്ലേ ഇത്, ചെവലിൽ വെക്കാനായിട്ടുള്ള പറ്റും. ഗൈസ്, അടുത്ത് 2 ക്ലോക്ക് കിട്ടിയ ഒരു വെറൈറ്റി ടൈപ്പ് ക്ലോക്കാണ്. എൻ്റെ വീട്ടിലില്ലാത്ത ടൈപ്പ് ക്ലോക്കാണേ. കൊള്ളാം. ഇതൊക്കെ എന്തായാലും ഇവിടെ ഫിറ്റ് ചെയ്യാനുള്ള കാള പശുവാണ്. ഇത് മറ്റേ ഇതിനെന്തോടെ മറ്റേ കപ്പലിലെ സാധനമല്ലേ? കപ്പലിൽ പോകുമ്പോ ഒരു സാധനം ഇങ്ങനെ വെള്ളത്തിലോട്ട് നങ്കൂരം എന്നാണ് പറയുന്നത്. എനിക്ക് എന്നെ കറക്റ്റ് പിടിയില്ല. ഞാൻ ഇത് പോപ്പോയ് എന്ന് പറഞ്ഞ കാർട്ടൂണിലാണ് ഈ സാധനം. മറ്റേ തിരിയിട്ടിരിക്കണ അതല്ല, അത് തന്നെ. മേഗി ജോലി എളുപ്പമാക്കാൻ ഫ്രൈ പാൻ ചിക്കൻ പൊരിച്ചത് തന്നാ മതിയായിരുന്നു. ചിക്കനൊക്കെ ഒരു ചായയുടെ അറിഞ്ഞൂടാത്ത വേണം ഇവള് ചിക്കൻ പൊരിച്ചിരുന്നു. പറഞ്ഞപ്പോ തന്നെ ചായയുടെ ഒരു മണം വരുന്നു. അമ്മ അടുക്കള ചായ ഇടുന്നു, ഇവിടെ ഇരിക്കുന്നു. വീണ്ടും മേഘയ്ക്ക് ചിക്കൻ അവിച്ച് തരാനായിട്ട് കുക്കർ. ഓ, ഇത് ചെറുതാണെങ്കിൽ ഇച്ചിരി വെയിറ്റ് ഉണ്ട് ഗൈസ്. എന്താണെന്നുള്ളത് നോക്കാം. ഓ, സ്റ്റോണിന്റെ കേട്ടാടാ, അടിപൊളി മോനെ. കല്ലില് നമ്മളെ ഫോട്ടോ ചെയ്ത് തന്നിങ്ങനെ കേട്ടാ, അടിപൊളി കേട്ടാ, അടിപൊളിയല്ലേ. ഒരു സ്റ്റോണില് നമ്മളെ ഫോട്ടോ ചെയ്തേക്കുന്നു ഗൈസ്. ആര് ചെയ്തിട്ടുണ്ട്? ഇവരെ പള്ളിയിലാണ് കേട്ടോ. നൈസ് കേട്ടാ. എന്നിട്ട് അത് വയ്ക്കാനായിട്ട് സ്റ്റാൻഡ് ഉണ്ട്, 2 സ്റ്റാൻഡാണ് ഈ സംഭവം. അടുത്തൊരു നമ്മളെ ഫ്രെയിമാണ്. നൈസ് ഗൈസ്. അടുത്ത നമ്മളെ ഫോട്ടോ ഫ്രെയിം. ഇത് ഓണത്തിന് നമ്മളെടുത്തേണ്. കൊള്ളാം, ഫോട്ടോ ഫ്രെയിം കൊള്ളാല്ലേ? ഇത് ഒരു ഹാൻഡ് മെയ്ഡ് ആണ് കേട്ടോ. ഒന്നും കൂടെ ഉണ്ട് ഇതിനകത്ത്. തുറക്കുമ്പോഴത്തേക്കും നമ്മളിങ്ങനെ വരും കേട്ടോ. അവിടെ കുറച്ച് ഫോട്ടോസ് ഉണ്ട്. ഇത് എങ്ങനെയാണ് അടയ്ക്കുന്നത്? എങ്ങനെയാണോ അടയ്ക്കാൻ പറ്റില്ല കേട്ടോ. ഇങ്ങനെയാണ് സാധനം കേട്ടോ. ബോക്സിൽ നമ്മളൊരു ഹാൻഡ് മെയ്ഡ് ആണ് കേട്ടോ. അടിപൊളി. കൊള്ളാം. ഇതിൽ ഫുള്ള് 4 സൈഡ് നമ്മളെ ഫോട്ടോ ആണ് കേട്ടോ. ഗൈസ്, ഇത് വിത്ത് നമ്മുടെ ഫോട്ടോ ഉൾപ്പെടെയുള്ള ഒരു ക്ലോക്കാണ്. അടിപൊളി. നേരത്തെ ഒരു സെയിം ഫോട്ടോ ഇത് കിട്ടി. അടുത്തൊരു ഫ്രെയിം കിട്ടിയിരിക്കുന്നു ഗൈസ്. അമ്മക്ക് അരിയിട്ട് വയ്ക്കാനെന്ന മൊത്തമുള്ള ആ തേജസ് ഉണ്ടോ? പാത്രം കിട്ടിയപ്പോ ദിസ് ഈസ് ഫോർ മമ്മി. ഇനി നമ്മൾ ഗസ് ചെയ്യാം. ഇത് ഞാൻ പറയുന്നത് ഗ്ലാസും സെറ്റുമായിരിക്കും. പക്ഷേ ഇല്ലാത്ത എൻ്റെ ഇത് തന്നെയാണ്. ഇത് ഗ്ലാസും അതുപോലെ ജഗ്ഗുമാണ്. ജ്യൂസ് കുടിക്കാം ഗസ്റ്റിലേക്ക് വരുമ്പോൾ. അങ്ങനെ ഗായ്സ്, എല്ലാം നമ്മൾ പൊട്ടിച്ചിരിക്കുന്നില്ല.
ഇനി ഒരെണ്ണം കൂടി ലാസ്റ്റ് ആയിട്ടുണ്ട്. ഐ തിങ്ക് ഷർട്ടോ ഡ്രസ്സോ എന്നാണ്, ഫോർമൽ ഷർട്ടാണ്. ഇതെനിക്കാണോ? താങ്ക് യു. ഫോർമൽ ഷർട്ട് എന്ന് എഴുതി എന്നെ കൊതിപ്പിച്ച് അവിടെ സാഡായിരുന്നു. തുറന്നപ്പോ ഞാൻ സാഡ്, ഞാൻ ഹാപ്പി. ആരാടാ ഇത് ചെയ്ത ഫോർമൽ ഷർട്ട്? ആരായാലും താങ്ക് യു. എല്ലാ ഗിഫ്റ്റും നമ്മൾ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. ഫ്രെയിം ഒന്നുകൂടി ഞാൻ കാണിച്ചു തരാം. നമുക്ക് നമ്മുടെ റൂമിലൊക്കെ വെക്കാൻ പറ്റുന്ന നമ്മുടെ ഫോട്ടോ ഫ്രെയിം ഞാൻ എല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, ഇത്രയും ഫോട്ടോ ഫ്രെയിമുകളാണ് നമുക്ക് കിട്ടിയത്. ബാക്കിയെല്ലാം നമ്മളെ കുക്കറും പിന്നെ അങ്ങനത്തെ കുറേ ഐറ്റംസ്, പിന്നെ ക്ലോക്ക്, ഗ്ലാസ് സെറ്റ്, പിന്നെ നമ്മുടെ വോളൊക്കെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുന്ന ആ ടൈപ്പ് ഫ്രെയിമുകളൊക്കെയാണ് കിട്ടിയിരിക്കുന്നത്. ഇതൊക്കെ നമ്മുടെ റൂമിൽ വെക്കും, ബാക്കിയൊക്കെ നമ്മുടെ ഹാളിലൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം. കാരണം ഒരുപാട് സാധനം നമ്മുടെ ഹാള് കുറേ പ്ലെയിൻ ആയിട്ട് കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ച് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യണം. ഇനി ഒരുപാട് ഗിഫ്റ്റുകൾ കിട്ടി. താങ്ക് യു സോ മച്ച് എല്ലാവർക്കും. ഇനി അടുത്തൊരു വ്ളോഗുമായിട്ട് കാണും വരെ ഗുഡ് ബൈ.